പിന്നെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയായിരുന്നു. വീട് മുഴുവൻ അരിച്ചു പെറുക്കിട്ട് എന്തായി? അകത്തുനിന്നൊന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആ തിരുവാഭരണം മാറ്റിയത് താൻ തന്നെയാ. ഇല്ലാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കുവാനോ? എനിക്കറിയാം താനേ ആ വടക്കേക്കരക്കാരുടെ ആളാണെന്ന്. എന്നെ അപമാനിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് പണവും മേടിച്ചിട്ട് സാറ് വന്നിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദക്ക് ഇറങ്ങി പൊക്കോണോ എന്റെ വീട്ടിൽ നിന്ന്. തന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. പിടിച്ചോണ്ട് വാടോ ഇവനെ. നടക്കടാ. അയ്യോ അച്ഛാ, അച്ഛനെ കൊണ്ടുപോയല്ലേ. അച്ഛനെ വിട്, അച്ഛനൊന്നും എടുക്കില്ല. സ്വർണം കിട്ടാതെ ഇനി ഇവനെ വിടുന്ന പ്രശ്നമില്ല. നിക്ക് സാറേ. സത്യം പറഞ്ഞ ഞാൻ അപ്പൊ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാ ഒറ്റ ഉത്തരേ ഉള്ളൂ. അത് വീരഭദ്രമാമയെ ശിക്ഷിക്കാനായിരുന്നില്ല. എന്റെ പരമേശ്വരന്റെ കണ്ണീര് സഹിക്കാൻ വയ്യായിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ദേവിയുടെ തിരുവാഭരണം കിട്ടിയാൽ സാറ് വീരഭദ്രൻ മാമയെ വെറുതെ വിടുമോ? വീരഭദ്രൻ മാമയെ അറസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ സാറേ? എങ്കിലേ ആ തിരുവാഭരണം എവിടാന്ന് ഞാൻ കാണിച്ചു തരാം. ആഭരണങ്ങൾ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാവോ? അറിയാം സാറേ. എവിടെയാ തിരുവാഭരണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാറ് വാ, ഞാൻ കാണിച്ചു തരാം. സാറേ കിട്ടി സാറേ. ഇവനെ വെറുതെ വിടരുത്. സാറ് കൊണ്ടുപോകല്ലേ സാറേ, അങ്ങേർക്കൊരു അബദ്ധം പറ്റിയതാ. തിരുവാഭരണം കിട്ടിയില്ലേ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. തിരുവാഭരണം കിട്ടിയാൽ ഭദ്രമാമയെ വിടാന്ന് പറഞ്ഞല്ലേ സാറേ, എന്നിട്ട് പറ്റിച്ചല്ലേ. അന്നം തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലോടാ ദ്രോഹി. പിടിയോടെ ബാലന് പറയാൻ പല ന്യായങ്ങളും കാണും. പക്ഷേ അവൻ പറയുന്ന ഒരു ന്യായവും എന്റെ അച്ഛന്റെ ജീവന് പകരമാകില്ലല്ലോ. തന്റേടിയായിരുന്നു. ഒരാളുടെ മുന്നിലും കീഴടങ്ങി കൊടുക്കാൻ തോന്നാത്ത മനസ്സായിരുന്നു നിന്റെ മുത്തച്ഛന്റേത്. ഒരു നാട്ടുരാജാവിന് തുല്യമായ അധികാരവും ആർഭാടവും ആഘോഷിച്ച മനുഷ്യന് ഭദ്രകാളി ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചു എന്ന കളങ്കവുമായി ഒരു കാരാഗൃഹത്തിൽ പോയി കിടക്കാൻ മനസ്സനുവദിച്ചില്ല. മുതലാളിയെന്നും അങ്ങൊന്നേന്നും വിളിച്ചിരുന്ന നാവുകളിൽ നിന്ന് കള്ളനെന്നും പെരുങ്കള്ളനെന്നും വിളികൾ ഉയർന്നപ്പോ ആ മനസ്സിന് അത് താങ്ങാനായില്ല. അന്നത്തെ രാത്രി എനിക്ക് മറക്കാനാവില്ല മോനെ. ഈ പ്രപഞ്ചത്തിൽ തന്നെ ഞാനും എന്റെ മക്കളും ഒറ്റപ്പെട്ടു പോയ പോലൊരവസ്ഥ.
വീടിന്റെ ഒരു മൂലയിൽ ഞാൻ ഇവനെയും നിന്റെ അമ്മയെയും ചേർത്ത് പിടിച്ചിരുന്നു. അപ്പോഴാണ് അതുണ്ടായത്.